ഹായ് ഓൾ, വെൽക്കം ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് ആണ്. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുടെ കാണുക. ലിങ്ക് നമ്മൾ ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് അത് ഡിക്ലൈൻ ആവുന്ന വരെയുള്ള ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫിനെയാണ് നമ്മൾ ആ ലൈഫിനെ കാണിക്കുന്നതാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മീൻസ് ദ സീക്വൻസ് ഓഫ് സ്റ്റേജസ് ദറ്റ് എവറി പ്രോഡക്റ്റ് progresses through until reaches the stage where it is finally abandoned or discontinued from the market. ഓക്കെ, അപ്പം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ്? ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് സ്റ്റേജസ് ദറ്റ് എവറി പ്രോഡക്റ്റ് പ്രോഗ്രസസ് ത്രൂ അൺടിൽ ഇറ്റ് റീച്ചസ് ദ സ്റ്റേജസ് വെർ ഇറ്റ് ഫൈനലി അബാൻഡൻഡ് ഓർ ഡിസ്കണ്ടിന്യൂഡ് ഫ്രം ദി മാർക്കറ്റ്. മെയിനായിട്ട് നമ്മൾ പഠിക്കുമ്പം 4 സ്റ്റേജസ് ആണ് പഠിക്കാറുള്ളത്: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. പക്ഷെ ചില കേസസിൽ നമ്മൾക്ക് 5 സ്റ്റേജസ് കാണാറുണ്ട്. സോ 5 സ്റ്റേജസും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നോർമലി കാണുന്നുള്ളത് ഇൻട്രൊഡക്ടറി, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് സാച്ചുറേഷൻ സ്റ്റേജ് എന്നുള്ളത് ചില ബുക്സിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ടറി, പയനീറിങ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ടറി, പയനീറിങ് ഓർ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. So the firm seeks to build product awareness and develop market for the product. അപ്പോൾ ഇൻട്രൊഡക്ടറി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഫേം മെയിനായിട്ടും ചെയ്യുക പ്രൊഡക്റ്റ് അവയർനെസ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുക ഫോർ ദി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം മാർക്കറ്റ്, ആ ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഡക്റ്റ് അവയർനെസ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക. അപ്പം ഈ ഇൻട്രൊഡക്ടറി സ്റ്റേജിൽ പ്രൊഡക്റ്റിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആൻഡ് ക്വാളിറ്റി ലെവൽ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പം ബ്രാൻഡിങ് ഉണ്ടാവും, അതുപോലെ ക്വാളിറ്റി ലെവലും എസ്റ്റാബ്ലിഷ് ആയിരിക്കും. പിന്നെ വരാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഡിഫക്ട്സ് ഇൻ ദി പ്രോഡക്റ്റ് ഓഫൺ അപ്പിയർ ഡ്യൂറിങ് ദി സ്റ്റേജ് ബിക്കോസ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് ടെസ്റ്റിംഗ് ഓഫ് ദി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ ഡിഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡിങ്ങും അതുപോലെ ക്വാളിറ്റി ലെവലും എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും എങ്കിൽ പോലും ടെക്നിക്കൽ ഡിഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി പ്രൈസിങ് നോക്കുകയാണെങ്കിൽ അത് അതിനനുസരിച്ചായിരിക്കും, ഓരോരുത്തരുടെ അനുസരിച്ചായിരിക്കും. മേ ബി ലോ പെനിട്രേഷൻ പ്രൈസിങ് ടു ബിൽഡ് മാർക്കറ്റ് ഷെയർ റാപ്പിഡ്ലി ഓർ ഹൈ സ്കിമ്മിങ്. അതായത് ചിലപ്പം പെനിട്രേഷൻ സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. തുടക്കത്തിൽ ചെറിയൊരു എമൗണ്ട് ചാർജ് ചെയ്തിട്ട് പിന്നെ വലിയ എമൗണ്ട് ചാർജ് ചെയ്യും മാർക്കറ്റ് കിട്ടുന്നതിനനുസരിച്ച്. അല്ലെങ്കിൽ സ്കിമ്മിങ്, ആദ്യം ഹൈ പ്രൈസ് ചാർജ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വരാം, അതിൻ്റെ ഡെവലപ്മെൻറ്റ് കോസ്റ്റൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോ പ്രോഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ കമ്പനീനെയും അനുസരിച്ചിട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിരിക്കും അൺടിൽ കസ്റ്റമേഴ്സ് ഷോ ആക്സെപ്റ്റൻസ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷനാണ് ഉണ്ടാവാറുള്ളത്. ദാറ്റ് പ്രൊമോഷൻ ഈസ് എയിംഡ് അറ്റ് ഇന്നോവേറ്റേഴ്സ് ആൻഡ് ഏർലി അഡോപ്റ്റേഴ്സ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ seeks to build product awareness and educational potential consumers about the product. Educate potential consumers about the product. ഇപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇന്നോവേറ്റേഴ്സിനെയും അതുപോലെ ഏർലി അഡോപ്റ്റേഴ്സിനെയൊക്കെ എയിം ചെയ്തിട്ടുള്ള പ്രൊമോഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ എന്താണ്, പ്രോഡക്റ്റ് അവയർനെസ് ബിൽഡ് ചെയ്യുക, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിനെ കുറിച്ച് അവയർനെസ്, എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷറി സ്റ്റേജിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പ്രൊഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഡിഫക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പ്രൈസിങ് സ്ട്രാറ്റജീസ് വേറെ യൂസ് ചെയ്യാം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റീവ് കസ്റ്റമേഴ്സിനായിരിക്കും, കാരണം ഇൻട്രൊഡക്ടറി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിക്കോളണമെന്നില്ല. പിന്നെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അവയർനെസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓർ മാർക്കറ്റ് അക്സെപ്റ്റൻസ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയാണ്, മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന് ആക്സെപ്റ്റൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് സ്റ്റേജ് പ്രോഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ആൻഡ് പുട്ട് ഇൻ ദ മാർക്കറ്റ് വിത്തൗട്ട് ഡിലേ. അപ്പോൾ എന്താണ്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിൽ ഡിലേ ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. സോ ദ ഡിമാൻഡ് ജനറലി കണ്ടിന്യൂസ് ടു ഔട്ട്പേസ് ദി സപ്ലൈ.
അപ്പോൾ ഈ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ഡിമാൻഡ് ആയിരിക്കും കൂടുതൽ, ഡിമാൻഡ് കൂടുതലും സപ്ലൈനെക്കാട്ടും ഡിമാൻഡ് കൂടുതലായിരിക്കും. ഓക്കെ, സപ്ലൈ കുറവും. സോ ഇൻ ഗ്രോത്ത് സ്റ്റേജ് ദ ഫേം സീക്സ് ടു ബിൽഡ് ബ്രാൻഡ് പ്രിഫറൻസസ് ആൻഡ് ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഇവിടെ ഫേം ചൂസ് ചെയ്യുന്നത് ബ്രാൻഡ് പ്രിഫറൻസസും അതുപോലെ തന്നെ ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ എന്നുള്ളത് ആയിരിക്കും. ഇനി ഈ ഒരു സ്റ്റേജിൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഈസ് മെയിൻറ്റെയിൻഡ്, പ്രൊഡക്റ്റിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ആൻഡ് അഡീഷണൽ ഫീച്ചേഴ്സ് ആൻഡ് സപ്പോർട്ട് സർവീസസ് മേ ബി ആഡഡ്. ഓക്കെ, ഇനി പ്രൈസിങ് എടുത്തു കഴിഞ്ഞാൽ പ്രൈസിങ് ഈസ് മെയിൻറ്റെയിൻ ആസ് എ ഫേം എൻജോയ്സ് ഇൻക്രീസിങ് ഡിമാൻഡ് വിത്ത് ദ കോമ്പറ്റീഷൻ. ഓക്കെ, പ്രൈസിങ് ഡിമാൻഡിനനുസരിച്ചായിരിക്കും പ്രൈസിങ് പോളിസി നമ്മളവിടെ തീരുമാനിക്കുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആർ ആഡഡ് ആസ് ഡിമാൻഡ് ഇൻക്രീസസ് ആൻഡ് കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ദി പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആഡ് ചെയ്യും, കാരണം ആ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പ്രൊമോഷൻ ഈസ് എയിംഡ് അറ്റ് എ ബ്രോഡർ ഓഡിയൻസ്. അപ്പോൾ ഒരു ബ്രോഡർ ഓഡിയൻസിനെ എയിം ചെയ്തിട്ടായിരിക്കും പ്രൊമോഷൻ ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഗ്രോത്ത് സ്റ്റേജ്. അപ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റ് അക്സെപ്റ്റൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജ്. ഓക്കെ, അപ്പം ഈ സ്റ്റേജിൽ എന്താണ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യും ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഗ്രോത്ത് സ്റ്റേജിലാണ് സെയിൽസ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി മെച്യൂരിറ്റി സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യും, പക്ഷേ എന്താണ്, അറ്റ് എ ഡിക്രീസിങ് റേറ്റ് ആയിരിക്കും. സോ കോമ്പറ്റീഷൻ മേ അപ്പിയർ വിത്ത് സിമിലർ പ്രൊഡക്ട്സ്. കോമ്പറ്റീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ടു ഡിഫെൻഡ് മാർക്കറ്റ് ഷെയർ വൈൽ മാക്സിമൈസിങ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതേസമയം തന്നെ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഷെയർ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ നമുക്ക് വരുന്നത്. സോ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് മേ ബി എൻഹാൻസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ദ പ്രോഡക്റ്റ് ഫ്രം ദാറ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ എന്താണ്, പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാം. ദെൻ പ്രൈസിങ് മേ ബി ലോവർ ബിക്കോസ് ഓഫ് ദി ന്യൂ കോമ്പറ്റീഷൻ. പുതിയ കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പ്രൈസിങ് ലോവർ ആക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് നമ്മൾ കൂട്ടും, പ്രൈസിങ് ലോവർ ആക്കാൻ ചാൻസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മോർ ഇൻറ്റൻസീവ് ആക്കും ആൻഡ് ഇൻസെൻറ്റീവ്സ് മേ ബി ഓഫേർഡ് ടു എൻകറേജ് പ്രിഫറൻസ് ഓവർ കോമ്പീറ്റിംഗ് പ്രൈസസ്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആക്കും, അതുപോലെ തന്നെ ഇൻറ്റൻസീവ് പ്രൊവൈഡ് ചെയ്യും. പ്രൊമോഷൻ എംഫസൈസസ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വരുമ്പം നമ്മളിവിടെ മെയിനായിട്ടും എന്താണ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എയിം ചെയ്തിട്ടുള്ള പ്രൊമോഷൻ ആയിരിക്കും നമ്മൾ നടത്തുന്നത്. ഓക്കെ, മറ്റേ സ്റ്റേജിൽ നമ്മൾ ബ്രോഡർ ഓഡിയൻസിനെ ആയിരുന്നു, മെച്യൂരിറ്റി സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷന് നോക്കിക്കൊണ്ടുള്ളതാണ് ചെയ്യാറുള്ളത്. ഇനി ഫോർത്ത് സ്റ്റേജ്, ഇത് എല്ലാത്തിലും നമ്മൾ കാണാറില്ല, എന്നാലും ഫോർത്ത് സ്റ്റേജ് ആയിട്ട് പറയുന്നതാണ് സാച്ചുറേഷൻ സ്റ്റേജ്. During this stage, each of the characteristics mentioned under different stages will be at its intensive level. Okay, അവിടെ വിട്ടുപോയതാണ്, ഇവിടെ will be in intensive level. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ തരത്തിലും അതിൻ്റെ ഒരു ഇൻറ്റൻസീവ് സ്റ്റേജിൽ, ഒരു സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു ഇൻറ്റൻസിൽ എത്തി നിൽക്കുകയാണ്, ഇനി അത് മുകളിൽ പോവില്ല. So during this phase, the product reaches its maximum market share and experiences a slowdown in the sales growth. അപ്പോൾ എന്താണ്, മാക്സിമം, എല്ലാത്തിൻ്റെയും മാക്സിമം എത്തി നിൽക്കുകയാണ്. ഇനി എന്തായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്, സ്ലോ ഡൗൺ, സെയിൽസ് ഗ്രോത്ത് സ്ലോ ഡൗൺ ആവുന്ന ആ ഒരു പീരീഡ്, ആ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പീരീഡ്. സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ബാലൻസ് ബിറ്റ്വീൻ ന്യൂ ആൻഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. ന്യൂ കസ്റ്റമേഴ്സിൻ്റെയും ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെയും ഒരു ബാലൻസ് ആയിരിക്കും ഈ ഒരു സാച്ചുറേഷൻ സ്റ്റേജിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ലാസ്റ്റാണ് ഡിക്ലൈൻ ഓർ ഡെത്ത് സ്റ്റേജ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ സെയിൽസ് എല്ലാം ഡിക്ലൈൻ ആയി പോവുക, ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു മാർക്കറ്റിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകുന്ന സ്റ്റേജാണ് ഡിക്ലൈൻ അല്ലെങ്കിൽ ഡെത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് ഡിക്ലൈൻ അല്ലെങ്കിൽ ഡെത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലെന്താണ്, പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് അവിടെ ഡിക്ലൈൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഫേമിന് മെയിനായിട്ടുള്ളത് 3 ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ദി പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഹാർവസ്റ്റ് ദി പ്രോഡക്റ്റ്, ഡിസ്കണ്ടിന്യൂ ദി പ്രോഡക്റ്റ്. മെയിൻറ്റെയിൻ ദി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഹാർവസ്റ്റ് ദി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ടു ഓഫർ ഇറ്റ് പോസിബിളി ടു ലോയൽ നീഷ്യ സെഗ്മെൻറ്റ്. അപ്പോൾ കോസ്റ്റ് കുറച്ചുകൊണ്ട്
അതിൽ നിന്ന് മാക്സിമം ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഹാർവെസ്റ്റ് ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്കണ്ടിന്യൂ ദി പ്രോഡക്റ്റ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. സോ ലിക്വിഡേറ്റിംഗ് റിമൈനിങ് ഇൻവെൻട്രി ഓർ സെല്ലിംഗ് ഇറ്റ് ടു അനദർ ഫേം ദാറ്റ് ഇസ് വില്ലിംഗ് ടു കണ്ടിന്യൂ ദി പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയാണ് ഡിക്ലൈൻ സ്റ്റേജ് അല്ലെങ്കിൽ ഡെത്ത് സ്റ്റേജിൽ വരുന്നത്. മെയിൻറ്റെയിൻ ദി പ്രോഡക്റ്റ്, ഹാർവെസ്റ്റ് ദി പ്രോഡക്റ്റ് ഓർ ഡിസ്കണ്ടിന്യൂ ദി പ്രോഡക്റ്റ്. അപ്പോൾ ഇതിലേത് ഡിസ്റ്റൻസ് വേണമെന്ന് കമ്പനി ആയിരിക്കും തീരുമാനിക്കുക. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും വരുന്ന പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും 4 പക്ഷേ നമ്മൾ 5 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, സാച്ചുറേഷൻ ആൻഡ് ഡിക്ലൈൻ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.